കൊല്ലം തട്ടാമല സ്കൂളിൽ അധ്യാപകന്റെ ക്രൂരമർദ്ദനം. 2 മാസം മുൻപാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത് പ്രസ് മലയാളം TV സംപ്രേഷണം ചെയ്തിരുന്നത്. അതിന്റെ ചൂടാറും മുൻപാണ് വീണ്ടും മർദ്ദന വിവരം പുറത്തുവരുന്നത്. സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ബാഗ് എടുക്കുന്നത് സംബന്ധിച്ച് അടിപിടി കൂടിയതിൽ കായിക അധ്യാപകനായ അനിൽകുമാർ ഇടപെട്ടതാണ് വലിയ മർദ്ദനത്തിലേക്ക് വഴിമാറി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായ 2 ആൺകുട്ടികൾ തമ്മിലാണ് ബാഗ് എടുക്കുന്നത് സംബന്ധിച്ച് അടിപിടി കൂടിയത്. ഇത് കണ്ടുകൊണ്ടുവന്ന കായിക അധ്യാപകനായ അനിൽകുമാറാണ് 2 കുട്ടികളെയും കുറ്റം ചെയ്താൽ മർദ്ദിക്കുക എന്ന ശിക്ഷാ നടപടികളിൽ നിന്ന് ഒരു കുട്ടിയെ മാത്രം തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചിരിക്കുന്നത്. മർദ്ദനത്തെ തുടർന്ന് കുട്ടിയുടെ കാലിലും ശരീരത്തും മർദ്ദനമേറ്റ പാടുകളും നിരവധിയാണ്. കൂട്ടുകാരനായിട്ട് ബാഗ് വിളിച്ച് ഇങ്ങനെ വലിച്ചടിച്ചപ്പോൾ PT സാറ് വന്ന് ഒരുപാട് അടിച്ചു, കാലിലും കയ്യിലല്ലേ. അപ്പോൾ ആദ്യം ക്ലാസ്സിൽ വെച്ച് അടിച്ചു, എന്നിട്ട് പുറത്തിറക്കി പിന്നെ അടിച്ചു. മർദ്ദനമേറ്റതിനെ തുടർന്ന് കുട്ടിയെ മാതാപിതാക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തത്. തുടർന്ന് ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ അധ്യാപകനെതിരെ പരാതി നൽകി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത്. പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ കഴിവുള്ളവരാണ് അധ്യാപകർ. എന്നാൽ ഇന്ന് അധ്യാപകർ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന വാർത്തയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകളിൽ നിന്നും വ്യത്യസ്തരായ വിദ്യാർത്ഥികളാണ് സ്കൂൾ വിദ്യാഭ്യാസം നേടാൻ എത്തുന്നത്. നല്ല വ്യക്തിത്വം, സംസ്കാരം, പെരുമാറ്റം, വൈകാരിക സ്ഥിരത, സാമൂഹിക പ്രതിബദ്ധത, മൂല്യബോധം, ഉണർവ് ഇവയൊക്കെയാണ് ഒരു അധ്യാപകന് വേണ്ട മികവുകൾ. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അധ്യാപകൻ കുട്ടിയെ മാരകമായി മർദ്ദിച്ചു എന്നതാണ്. ഏറ്റവും മഹത്വമേറിയ ജോലികളിൽ ഒന്നാണ് അധ്യാപനം. അധ്യാപകരിലൂടെയാണ് ഉയർന്ന മൂല്യങ്ങളുള്ളവരും അറിവുള്ളവരുമായ ഒരു തലമുറ ഉദയം ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അധ്യാപകരെ നമ്മൾ ആദരിക്കുന്ന പതിവുമുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളവരായിരിക്കണം അധ്യാപകൻ. എഡ്യൂക്കേഷൻ, ഇൻസ്പിറേഷൻ ആൻഡ് ഗൈഡൻസ് എന്നിവയാണ് ഒരു അധ്യാപകന്റെ പ്രധാന മുദ്രകൾ. എന്നാൽ ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും തിരിച്ചറിയുവാൻ ഒരു അധ്യാപകന് കഴിയണം. കുട്ടികൾ കുറ്റം ചെയ്താൽ അവരെ ക്രൂരമായി മർദ്ദിക്കാതെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് എന്ത് കാരണത്താലാണ് അവർ അടിപിടിയുണ്ടാക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും തുടർന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നതാണ് ഒരു നല്ല അധ്യാപകൻ ചെയ്യേണ്ടത്. കായിക അധ്യാപകരായാലും മറ്റ് അധ്യാപകരായാലും തന്റെ വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ളവരാണെന്ന് തിരിച്ചറിയാൻ ആദ്യമേ തന്നെ ഇവർക്ക് സാധിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടുന്ന ശരികളും തെറ്റുകളും വേർതിരിച്ച് നേർവഴിക്ക് നടത്തേണ്ടത് ഒരു അധ്യാപകന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അധ്യാപകരെ മാത്രം ഏൽപ്പിച്ച് കൈകഴുകുകയല്ല മാതാപിതാക്കൾ ചെയ്യേണ്ടത്. തന്റെ കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും വിലയിരുത്തി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നൽകേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. രക്ഷിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന വ്യക്തിയാവണം ഒരു അധ്യാപകൻ. അങ്ങനെ ഉണ്ടായെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഇന്ന് അരങ്ങേറില്ലായിരുന്നു. കുട്ടികളുടെ ആവശ്യമറിഞ്ഞ് അവരെ നയിക്കുക എന്നതാണ് അധ്യാപകന്റെ മറ്റൊരു കർത്തവ്യം. കായിക അധ്യാപകനായ അനിൽകുമാർ അനാവശ്യമായി സ്കൂൾ സമയമല്ലാത്ത സമയങ്ങളിൽ പ്രവേശിക്കുന്നതും ടീച്ചറുടെ നിർദ്ദേശമില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നതായും രക്ഷകർത്താക്കളും കുട്ടികളും ആരോപിക്കുന്നുണ്ട്. അധ്യാപകരെക്കാളും രക്ഷകർത്താക്കൾ മുൻകൈയെടുക്കണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണാവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.